ആദ്യം ഗൂഗിളിൽ ക്വിസസ് എന്ന് ടൈപ്പ് ചെയ്യാം. QUIZIZZ. ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഉണ്ടാകും, സൈനപ്പ് ഉണ്ടാകും. ഓൾറെഡി യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഇതാണെങ്കിൽ സൈനപ്പ് ചെയ്യാം. സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിമെയിൽ അക്കൗണ്ട് വഴി നമുക്കത് ലോഗിൻ ആവാം. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാം. നമ്മുടെ എക്സിസ്റ്റിംഗ് ജിമെയിൽ അക്കൗണ്ട് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. അക്കൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് വരിക. കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്ത ശേഷം ഈ ഇൻ്റർഫേസ് വരും. അപ്പോൾ നമുക്ക് സ്കൂൾ പർപ്പസ് ആണെങ്കിൽ സ്കൂൾ കൊടുക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ യൂസ് ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സ്കൂളിൽ നിന്ന് ക്ലിക്ക് ചെയ്തു. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇൻ്റർഫേസ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാണ്. സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് സ്കൂളിൻ്റെ പേര് എക്സിസ്റ്റിംഗ് നമ്മുടെ പേര് അവിടെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാം. ബാക്കി നമ്മുടെ സ്കൂളിൻ്റെ പേര്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സബ്ജക്ട്സ് ആഡ് ചെയ്യാം. സബ്ജക്റ്റ് ദെൻ ഗ്രേഡ് ആഡ് ചെയ്യാം. +1 +2 ഏത് വേണമെങ്കിൽ കൊടുക്കാം. സേവ് ചെയ്ത ശേഷം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് ഓപ്പൺ ആവാണ്. അപ്പോൾ അതിൽ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയതുണ്ടാക്കാം. എക്സിസ്റ്റിംഗ് ആയ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫിസിക്സ് എന്ന് കൊടുത്തുകൊണ്ട് ഫിസിക്സ് റിലേറ്റഡ് ആയ കുറച്ച് കണ്ടന്റ് ഓൾറെഡി അതിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റിൽ ക്വിസസ് എന്ന് കൊടുക്കാം. ക്വിസ് കൊടുത്ത ശേഷം നമുക്ക് അതിൽ കണ്ടിന്യൂ പ്രസ് ചെയ്യാം. കണ്ടിന്യൂ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയ ജനറേറ്റ് ചെയ്യണമെങ്കിൽ AI വെച്ച് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ജനറേറ്റ് AI കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പുതിയത് നമുക്ക് ഓൾറെഡി ടൈപ്പ് ചെയ്യണമെങ്കിൽ സ്ക്രാച്ച് കൊണ്ട് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെയാണ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുക, ഓപ്ഷൻസും ടൈപ്പ് ചെയ്യാം. ഇനി ഓപ്ഷൻസ് ആഡ് ചെയ്യെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇനി ഓപ്ഷൻസ് കുറച്ച് മതിയെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസ് ആഡ് ചെയ്യാം. ഓപ്ഷൻസ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഏത് ഓപ്ഷനാണോ കറക്റ്റ് അത് ആൻസർ എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. അതിൻ്റെ മേലെ ഒരു മാർക്ക് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ കറക്റ്റ് ആൻസർ അതെന്ത് ചെയ്യും, അതിൽ സെറ്റായിട്ട് വരും. അപ്പോൾ വർക്ക് സെലക്ട് ചെയ്തു. ഇനി പോയിൻറ്സും ബാക്കിയൊക്കെ ഉണ്ട്. നമുക്ക് ടൈമും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മേലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് 1 പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആഡ് ആൻസർ എക്സ്പ്ലനേഷൻ, നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് കൊടുക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷനും കൊടുക്കാം. എക്സ്പ്ലനേഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഇൻസേർട്ട് സിമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രൊവിഷൻസും ഉണ്ട്. ഇപ്പോൾ സേവ് ആൻസർ എക്സ്പ്ലനേഷൻ കൊടുക്കുക, സേവ് ക്വസ്റ്റനും കൊടുക്കുക ആദ്യം. അതുപോലെ തന്നെ പോയിന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ പോയിന്റ് സെറ്റ് ചെയ്യാം. ടൈം വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. 30 സെക്കൻഡ്സ് വേണമെങ്കിൽ 30 സെക്കൻഡ്സ് ആകാം, 40 സെക്കൻഡ്സ് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ആദ്യം സേവ് ആൻസർ എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതിനുശേഷം സേവ് ക്വസ്റ്റ്യൻ കൊടുക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്ലിക്ക് ചെയ്ത് പഴയ പോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇനി ആഡ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് സിമിലർ ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, വരും. അതും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻസ് വന്നു, അത് റിമൂവ് ചെയ്യാം. ആവശ്യമില്ലാത്ത ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഇനി സെർച്ച് ക്വസ്റ്റ്യൻസ് ഫ്രം ക്വിസസ് ലൈബ്രറി എന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഏത് ടോപ്പിക്കാണോ വേണ്ടത് ആ ടോപ്പിക് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഡയമെൻഷൻസ് ആണ് ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഡയമെൻഷൻ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു, കുറേ ക്വസ്റ്റ്യൻസ് ബാങ്ക് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് അതിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ആഡ് ക്വസ്റ്റ്യൻസ് കൊടുത്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എന്ത് ചെയ്യും, അത് ആഡ് ആയിട്ട് വരും. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്യേണ്ടത് അത് മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുക. അപ്പോൾ ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുന്തോറും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ലൈബ്രറിയിലേക്ക് എന്ത് ചെയ്യും, സേവ് ചെയ്ത് വരും. പിന്നെ ആഡ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതും ഇനി ടൈമും പോയിന്റൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ബാക്കി ക്വിസസിൻ്റെ പേരും അതുപോലെ തന്നെ സബ്ജക്റ്റും ഗ്രേഡും ബാക്കിയെല്ലാം കൊടുത്തിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ റെഡിയായി. അതുപോലെ ഇമേജും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ ലൈബ്രറിയിൽ ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കാണും. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ അത് റെഡി ആയി കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് നൗ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് നൗ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് എല്ലാ കറക്റ്റ് ആൻസേഴ്സ് അല്ല, ആൻസേഴ്സ് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചാണ് ആൻസേഴ്സ് വരിക. ഒരുപാട് മോഡുണ്ട്. നമ്മളെപ്പോഴും പൊതുവെ ഇൻസ്ട്രക്ടർ ഫേസ്ഡ് മോഡാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളിക്കാൻ പറ്റും. ദെൻ സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. സ്റ്റാർട്ട് പ്രസ് ചെയ്യുമ്പോൾ ആ ഇൻ്റർഫേസിൽ നമുക്ക് നമ്മുടെ ഗെയിം കോഡ് വരും 345899. ബാക്കി നമ്മൾ ട്രെയിനിങ്ങിൽ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ കുട്ടികളോട് ഗൂഗിൾ എടുക്കാൻ വേണ്ടി പറയാം. ഗൂഗിളിൽ
ക്വിസസ് എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പറയാം. ക്വിസസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വിസസ് എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പറയാം. ജോയിൻ മൈ ക്വിസ് ഉണ്ടാവും. ജോയിൻ മൈ ക്വിസ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ നമ്പർ അവരോട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റർ ചെയ്ത് പേരും ടൈപ്പ് ചെയ്ത ശേഷം കുട്ടികൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ പേരും ടൈപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ ഈ നമ്മുടെ ഇൻ്റർഫേസിൽ എന്ത് ചെയ്യും, ആ കുട്ടി ജോയിൻ ആയിട്ട് കാണും. ഇപ്പോൾ വന്നു, ഓൾറെഡി ഒരു കുട്ടി വന്നു. ഇതുപോലെ ആരൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ ലിസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. ബാക്കി ഇതെങ്ങനെ ഗെയിം കളിക്കാം ബാക്കി നമുക്ക് അറിയുന്നതായിരിക്കും. ഇതിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗെയിം കോഡ് വെച്ച് കുട്ടികൾക്ക് കയറാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഇവിടെ ഷെയർ വയ ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് കോപ്പി ചെയ്യാം. ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് കുട്ടികൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. ചാറ്റ് ബോക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലിങ്ക് കൃത്യമായിട്ട് എന്താണ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കയറി വരാൻ പറ്റും. ചാറ്റ് ബോക്സിൽ ലിങ്ക് ആയിട്ടുണ്ട്. ഗ്രൂപ്പിലും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആരൊക്കെയാണ് വന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 30 പേര് കയറി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോരും, കൃത്യമായിട്ട് ഇതാക്കാം. സ്റ്റാർട്ടിങ് ഹിയർ ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 30 സെക്കൻഡ്സേ ഉള്ളൂ, വേഗം ചെയ്യാം. ലാസ്റ്റ് 2 സെക്കൻഡ്സ്, ടൈം ഇസ് അപ്പ്. 38 പേരാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലീഡർ ബോർഡിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ആയിഷ ആണ് ഫസ്റ്റ്, ദൃശ്യ സെക്കൻഡ്, ഫെബ തേർഡ്. 24 പേര് ട്രൂ ആണ് ആൻസർ, 14 പേര് ഫാൾസ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആംഗുലർ മൊമെന്റം സെയിം ഡയമെൻഷൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ml² t⁻⁻1 ബോത്ത് ഹാവ് സെയിം ഡയമെൻഷൻ. ട്രൂ ആണ് ആൻസർ. 24 പേര് ശരിയാക്കിയിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് പവർ, ആയിഷ ടോപ്പ് തന്നെ, ഹലീജ സെക്കൻഡ്, അരിയാനന്ദ തേർഡ്, ആശീർവാദ് ഫോർത്തിലുണ്ട്. ml² t⁻³ ആണ് പവറിന്റെ ഡയമെൻഷൻ. ഓക്കെ, റിമൈനിങ് 5 ക്വസ്റ്റ്യൻസ്. ഇത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നേരെ താഴെ പോയി ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, സോ 6th ക്വസ്റ്റ്യൻ. Dimension of pressure. 6th question, dimension of pressure. Work and velocity have same dimension. It's true or false? Work and velocity have same dimension, true and false. Remaining 20 seconds. 32 പേര് ചെയ്തു, 34 പേര് ചെയ്തു. Last 10 seconds. 37 പേര് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് 6 പേര് ചെയ്യാനുണ്ട്. ഇനി 38 ആയി, 5 പേര്. യുവർ ടൈം ഇസ് അപ്പ്. വർക്ക് ആൻഡ് വെലോസിറ്റി അറിയാം, വർക്ക് ആൻഡ് എനർജി ആണ് ഡയമെൻഷൻ. ഓക്കെ, ആശീർവാദ് ഫോർത്തിലേക്ക് കയറി വന്നു, ദൃശ്യ ഫിഫ്ത്തിലേക്ക് വന്നു. 35 പേര് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, കാരണം വർക്കും എനർജിയാണ് സെയിം ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, ഹിയർ ഈസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 10 സെക്കൻഡ്സ്. 9 പേര് ചെയ്യാനുണ്ട്, 6 പേര് ചെയ്യാനുണ്ട്. ലാസ്റ്റ് 4 സെക്കൻഡ്സ്. യുവർ ടൈം ഈസ് അപ്പ്. നോക്കാം. അപ്പോൾ ലീഡർ ബോർഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ലീഡർ ബോർഡിൽ ഫസ്റ്റ് ആയിഷനാണ്, ഹലിജ, ദുർഗ ഫോർത്തിലേക്ക് കയറി വന്നു. നമുക്ക് ഇനി നിങ്ങൾ ഗൂഗിൾ മീറ്റിലേക്ക് തിരിച്ചു വന്നോളൂ. കെൽവിൻ കെ ആണ് ഡയമെൻഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ലീഡർ ബോർഡ് നോക്കാം, ആരെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് നോക്കാം. നിങ്ങൾ തിരിച്ച് ഗൂഗിൾ മീറ്റിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ തേർഡ് പ്ലേസ് ആര്യനന്ദ, ഹലീജ സെക്കൻഡ് ആൻഡ് ആയിഷ ഓൺ ഫസ്റ്റ്. ക്ലിയർ. എക്സാം കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എത്ര പേര് കറക്റ്റ് ചെയ്തു, എത്ര പേര് ഇൻകറക്റ്റ് ചെയ്തു, പിന്നെ ഓരോ കുട്ടികളുടെ റിസൾട്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൊത്തം റിസൾട്ട് നമുക്ക് ഒരു എക്സൽ ഷീറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടും. അതാണ് ഓരോ കുട്ടികളുടെ കൃത്യമായിട്ട് എന്താണ്, എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു, എത്ര എണ്ണം തെറ്റി, എത്ര സ്കോർ ഉണ്ട്, എത്ര ടൈം എടുത്തു എന്ന് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സൽ ഷീറ്റിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സൽ ഷീറ്റിൽ കിട്ടും. ഓരോ പ്ലേയേഴ്സിൻ്റെ ഡാറ്റ കിട്ടും, അതുപോലെ തന്നെ അവർ എത്ര ടൈം ഉപയോഗിച്ചു ടൈം ഡാറ്റ കിട്ടും, ഓവർവ്യൂ മൊത്തം ക്ലാസ് അക്യുറസി എത്രയുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ എത്ര പേര് ചെയ്തു,
പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ക്വസ്റ്റ്യനിലാണ് കുട്ടികൾ തെറ്റിച്ചത്, ഏത് ക്വസ്റ്റ്യൻ എത്ര പേര് ശരിയാക്കി. അപ്പോൾ കൂടുതൽ പേര് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് MCQ ടൈപ്പ് മാത്രമല്ല, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആൻസേഴ്സ് ടൈപ്പ് ചെയ്യണം അതിൽ. അപ്പോൾ വൺ വേർഡ് ഒക്കെ ഓക്കെ, ലോങ് ആൻസേഴ്സ് ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും നമുക്ക്. അപ്പോൾ ഇത്രയാണ് ക്വിസസ് പ്ലാറ്റ്ഫോം. ഇത് ഒരുപാട് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എനിക്ക് ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഇനി ഇത് ചെയ്ത് നോക്കിയിട്ട് കുറേ കൂടി അഡ്വാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് തന്നെ കുറേ കൂടി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്താൽ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസസ്മെൻറ്റ് ടൂളായിട്ട് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.